2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ പടയൊരുക്കം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ടീമിലെ ഏറ്റവും നിർണായകമായ പേര് മലയാളി താരം സഞ്ജു സാംസണിന്റേതാണ്. 2 വർഷം മുമ്പ് 2024 ലോകകപ്പിൽ വെറും കാഴ്ചക്കാരനായി ബെഞ്ചിലിരിക്കേണ്ടി വന്ന അതേ സഞ്ജു ഇന്ന് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായി മാറിയിരിക്കുന്നു. അന്നത്തെ അവഗണനയുടെ കയ്പുനീർ കുടിച്ചാണ് സഞ്ജു ഇന്നത്തെ പക്വതയാർന്ന താരമായി മാറിയത്. BCCI പുറത്തുവിട്ട ഏറ്റവും പുതിയ അഭിമുഖത്തിൽ 2024 അനുഭവങ്ങളെക്കുറിച്ചും കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്കുള്ള ദുർഘടമായ യാത്രയെക്കുറിച്ചും സഞ്ജു മനസ്സ് തുറന്നപ്പോൾ അത് ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും ഉള്ളിൽ തട്ടി. ഇന്ത്യ T20 ലോകകപ്പ് കിരീടമുയർത്തിയ 2024 15 അംഗ സ്ക്വാഡിൽ സഞ്ജു ഉണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ പരിശീലകൻ രാഹുൽ ദ്രാവിഡോ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിന് അവസരം നൽകിയില്ല. ഋഷഭ് പന്തായിരുന്നു അന്ന് വിക്കറ്റ് കാത്തത്. ലോകകപ്പ് നേട്ടത്തിൽ സന്തോഷിക്കുമ്പോഴും ഒരു മത്സരം പോലും കളിക്കാൻ കഴിയാത്തതിന്റെ വേദന സഞ്ജുവിനുണ്ടായിരുന്നു. എന്നാൽ ആരെയും കുറ്റപ്പെടുത്താൻ സഞ്ജു തയ്യാറല്ല. 2024 T20 ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഒരു മത്സരത്തിൽ പോലും കളിച്ചില്ല. കാര്യങ്ങൾ അല്പം ഉയർന്നും താഴ്ന്നുമായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ എന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിരുന്നില്ല അത്. എങ്കിലും 15 അംഗ സ്ക്വാഡിൽ അംഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്, സഞ്ജു പറഞ്ഞു. ദ്രാവിഡിനോടും രോഹിത്തിനോടും തനിക്ക് പരിഭവമില്ലെന്ന് പക്വതയോടെ അദ്ദേഹം ആവർത്തിക്കുന്നു. അന്നത്തെ ലോകകപ്പിൽ സഞ്ജുവിന് ഏറ്റവും വേദന നൽകിയൊരു നിമിഷം അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ബാർബഡോസിൽ നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിൽ സഞ്ജു കളിക്കേണ്ടതായിരുന്നു. ടോസിന് തൊട്ടു മുമ്പ് വരെ സഞ്ജു പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നു. പരിശീലകൻ രാഹുൽ ദ്രാവിഡ് സഞ്ജുവിനോട് തയ്യാറായിരിക്കാൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ടോസ് സമയത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവസാന നിമിഷം കോമ്പിനേഷൻ മാറ്റാൻ രോഹിത് ശർമ്മ തീരുമാനിച്ചതോടെ ലോകകപ്പ് ഫൈനൽ കളിക്കുക എന്ന സ്വപ്നം സഞ്ജുവിന് നഷ്ടമായി. രോഹിത് ഭായ് ടോസിന് പോകും മുമ്പ് എന്നോട് സോറി പറഞ്ഞിരുന്നു എന്ന് സഞ്ജു മുമ്പ് പറഞ്ഞിരുന്നു. ആ നിരാശയെ ഉൾക്കൊണ്ടാണ് സഞ്ജു ഇന്ന് 2026 ടീമിന്റെ മുൻനിരയിലെത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പോരാട്ടം. മുംബൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ വരുന്നത് പോലെയല്ല കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ എത്തുന്നത് എന്ന് സഞ്ജു ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് ഇന്ത്യൻ ടീമിൽ എത്തുക എന്നത് ഒരിക്കലും എളുപ്പമല്ല. ഒരിക്കൽ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കവേ എങ്ങനെ ഞങ്ങൾക്ക് ഇന്ത്യക്കായി കളിക്കാമെന്നതിനെ പറ്റി സംസാരിക്കാറുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നെത്തിയ ശേഷം ഇവിടെ വരെ എത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. സഞ്ജു